പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കേരളത്തിൽ DLED കോഴ്സിന്റെ 2026-28 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികളുടെ ഭാഗമായിട്ടുള്ള കേരള ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കേരളത്തിൽ 2026 പഴയ TTC എന്നറിയപ്പെടുന്ന ഇന്ന് DLED ആയിട്ട് അറിയപ്പെടുന്ന ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ, അതിന് 2026-28 അധ്യയന വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ DLEDന്റെ കാര്യമാണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിലേക്കുള്ള വിജ്ഞാപനം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് ഇതിനുള്ള ഒരു പ്രത്യേകതയാണ് ഇതിന്റെ അപേക്ഷ ഈ വർഷം ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർക്കൊക്കെ അപേക്ഷിക്കാം, യോഗ്യത എന്താണ്, എങ്ങനെയാണ് സീറ്റ് വിഭജനം, അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എപ്പോഴാണ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. DLED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമിക സ്കൂൾ LP UP അധ്യാപകരാകാൻ യോഗ്യതയാണ് ഈ കോഴ്സ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധ്യാപക ജോലിയിൽ LP UP അധ്യാപകനാക്കാനുള്ള യോഗ്യത ഇതോടുകൂടി ലഭിക്കും. ഇതിന് സീറ്റ് വിഭജനം ഓരോ DLED സെന്ററുകളിലും ഓരോ ജില്ലയിലും കുറേ സ്ഥാപനങ്ങളിൽ DLED സെന്ററുകളുണ്ട്. ഇവിടങ്ങളിൽ 50 സീറ്റുകളാണ് ഉള്ളത്. ഇതിൽ ഗവൺമെന്റ് DLED ഉണ്ട്, എയ്ഡഡ് DLED ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് DLED ഉണ്ട്. ഇവിടൊക്കെ 50% സീറ്റാണുള്ളത്. സെൽഫ് ഫിനാൻസിങ്ങിൽ മെറിറ്റ് സീറ്റ് ഉണ്ടാവും, മാനേജ്മെന്റ് സീറ്റ് ഉണ്ടാവും. ഇതിൽ നിലനിൽക്കുന്ന സീറ്റിനെ +2ന്റെ ബേസിൽ +2 ആണ് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാം. എല്ലാ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇതിനെ അപേക്ഷിക്കാം. സയൻസിന് 3% സീറ്റ്, ഹ്യൂമാനിറ്റീസിന്, കൊമേഴ്സ് എന്നീ 3ആയിട്ട് തരംതിരിച്ചുകൊണ്ടാണ് ഇതിന്റെ സീറ്റ് വിഭജനം ഉള്ളത്. സംവരണ വിഭാഗങ്ങൾക്ക് SC ST ഇവർക്കൊക്കെ പ്രത്യേക പരിഗണന ഇതിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കേരള സർക്കാരിന്റെ DLED പോർട്ടലിലൂടെയാണ് അപേക്ഷ നമുക്ക് നൽകേണ്ടത്. ഇന്ന് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ DLEDന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്തതായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 7 ആണ്. നാളെ മറ്റന്നാളൊക്കെ അടുത്ത ദിവസങ്ങൾ അതൊക്കെ ഓപ്പൺ ആയിട്ട് വരും. ജൂൺ 15 വൈകുന്നേരം 5 മണി വരെയാണ് ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന സമയം എന്ന് പറഞ്ഞാൽ. അതിനാൽ തന്നെ അവസാന ദിവസത്തേക്ക് ആരും കാത്തിരിക്കാതെ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. അത് നമ്മൾ ഇതിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യും. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും അത് വീഡിയോ പബ്ലിഷ് ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ അപേക്ഷ നൽകുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ തയ്യാറാക്കിയിരിക്കണം. നമ്മളെ +2 സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മളെ കയ്യിൽ വേണം. ജാതി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമായി വരാം. ഒരിക്കലും തെറ്റായ വിവരങ്ങൾ നൽകാൻ പാടില്ല. ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ നമുക്ക് അപേക്ഷ നൽകാം. കേരളത്തിൽ 14 റവന്യൂ ജില്ല ഉണ്ട്. നിങ്ങൾക്ക് ഏത് ജില്ലയിലാണോ ആവശ്യം ആ ജില്ലയിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നിലധികം ജില്ലയിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മളെ അതിൽ നിന്ന് പുറത്താക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷ നൽകുമ്പോൾ ഒരു ജില്ലയിൽ മാത്രം അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളത് പ്രത്യേകം അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അധ്യാപക മേഖലയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വിദ്യാഭ്യാസ വാർത്തകളും അഡ്മിഷൻ അപ്ഡേറ്റുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഇതിന്റെ അപേക്ഷ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ആയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.